എങ്ങനെയാണ് നമ്മുടെ അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ? പാകിസ്ഥാന് അവർ അർഹിക്കുന്ന തിരിച്ചടി ഇന്ത്യ ലാഹോറിലും ഇസ്ലാമാബാദിലും നൽകുമ്പോൾ നമ്മുടെ അതിർത്തി മേഖലകളിലേക്ക് വന്നുകൊണ്ടിരുന്ന ഷെല്ലുകൾ, ഡ്രോണുകൾ ഇവയെ കൃത്യമായി തകർക്കാനായിരുന്നു, ആക്രമണ ശ്രമം എല്ലാം തകർക്കാനായിരുന്നു. അതിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ ഒരു പരിധിവരെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ പലയിടങ്ങളിലും ഷെല്ലാക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കുറഞ്ഞു വരുന്നതായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ കൂടുതൽ മേഖലകളിലേക്ക് കൂടി ഇപ്പോൾ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് പാകിസ്ഥാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറിയടക്കമുള്ള മേഖലകളിലേക്ക് ഷെല്ലാക്രമണം നടക്കുന്നു. ഒപ്പം തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ പലയിടങ്ങളിലായി നടക്കുന്നത്. ഒപ്പം തന്നെ പഞ്ചാബിലും ഒപ്പം തന്നെ രാജസ്ഥാനിലും ഗുജറാത്തിലെ ചിലയിടങ്ങളിലും ഒക്കെ തന്നെ ഈ സമാന സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ പഞ്ചാബിൽ പൂർണ്ണ അവധി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 3 ദിവസത്തേക്ക് അവിടുത്തെ എല്ലാ സ്ഥാപനങ്ങൾ, അതായത് സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, ഒപ്പം തന്നെ എയ്ഡ് സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പൂർണ്ണമായും അവധി പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ പഞ്ചാബ് സർക്കാർ ചെയ്യുകയും ചെയ്തിരിക്കുന്ന. അത്തരത്തിൽ വലിയൊരു രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം പല സംസ്ഥാനങ്ങളും ഇതിനോടകം കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ജമ്മുവിലും ഒപ്പം തന്നെ പഞ്ചാബിലും രാജസ്ഥാനിലും പ്രത്യാക്രമണവും ഒപ്പം തന്നെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ലാഹോറിന് ശേഷം ഇസ്ലാമാബാദിലും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ 3 കേന്ദ്രങ്ങളാണ് ഇന്ത്യ തിരിച്ചെടുത്തത്: സിയാൽകോട്ട്, ലാഹോർ, ഇസ്ലാമാബാദ്. അങ്ങനെ ഇരന്നു വാങ്ങുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ഇന്ത്യക്കെതിരെ മിസൈലുകളും ഡ്രോണുകളും ഷെല്ലുകളും പായിച്ച പാകിസ്ഥാന് ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുകയാണ്. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ തന്നെയാണ് ഇന്ത്യ ആക്രമിക്കുന്നത്. സൈനിക ക്യാമ്പുകൾ കൂടി ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതായത് പാകിസ്ഥാൻ എങ്ങനെയാണോ ഇങ്ങോട്ട് ആക്രമണം നടത്തിയത് അതേ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ഇതേ രാത്രിയിൽ തന്നെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ, മിസൈൽ, ഷെല്ലാക്രമണങ്ങളുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 8:45 കൂടിയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ പാകിസ്ഥാൻ തുടങ്ങിവെച്ചത്. ഇന്നലെ രാത്രിയും പാകിസ്ഥാൻ ഇന്ത്യയിലെ 15 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ ഒരിടത്തും പോലും ലക്ഷ്യം കാണുവാൻ പാകിസ്ഥാന് കഴിഞ്ഞിരുന്നില്ല. എല്ലാം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകരുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഇന്ത്യ കൗണ്ടർ അറ്റാക്ക് നടത്തിയത്. ലാഹോറിലും ഇന്ത്യ കൗണ്ടർ അറ്റാക്ക് നടത്തി. അതിനുശേഷം ഇന്ന് രാത്രി വീണ്ടും പാകിസ്ഥാൻ വന്നു. ഇപ്പോൾ ഇസ്ലാമാബാദിലും ഇന്ത്യയുടെ ആക്രമണം നടന്നിരിക്കുകയാണ്. എല്ലാ വിമാനങ്ങളിലും വിമാനത്താവളങ്ങളിലും സുരക്ഷ ശക്തമാക്കാനുള്ള നിർദ്ദേശം സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നൽകിയിരിക്കുകയാണ്. എല്ലാ വിമാനത്താവളങ്ങളിലും സുരക്ഷ ഉറപ്പാക്കണം, സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്ക് കൂടി ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശമാണ് വരുന്നത്. രാജ്യം കൂടുതൽ ശക്തമായ സുരക്ഷയിലേക്ക് കൂടി നീങ്ങുകയാണ്. പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടൽ അത് മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യങ്ങളിലാണ്. എയർപോർട്ടുകളിലും എയർലൈൻസുകളിലും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കണം, അത് സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്ക് ഔട്ട് ഉറപ്പാക്കണം എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്.